എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. PSC പരീക്ഷകളിൽ രണ്ടോ അതിലധികമോ മാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ്: ബംഗാൾ വിഭജനവും സ്വദേശി പ്രസ്ഥാനവും. അപ്പോൾ ബംഗാൾ വിഭജനത്തെക്കുറിച്ചും സ്വദേശി പ്രസ്ഥാനത്തെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കും. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യം നമ്മൾ നോക്കുന്നത് ബംഗാൾ വിഭജനത്തെക്കുറിച്ചാണ്. ബംഗാൾ വിഭജനത്തെക്കുറിച്ച് PSC ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതും ബംഗാൾ വിഭജനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ബംഗാൾ വിഭജനം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നായിരുന്നു ബംഗാൾ അറിയപ്പെട്ടിരുന്നത്. ഈ ദേശീയ പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ ബംഗാൾ പ്രവിശ്യയെ രണ്ടായിട്ട് തിരിച്ചു. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ബംഗാൾ വിഭജനം എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഉദാഹരണമായിരുന്നു ബംഗാൾ വിഭജനം. ഒരു കാലത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന ഒരു പ്രദേശമായിരുന്നു ബംഗാൾ. ആ ദേശീയ പ്രസ്ഥാനത്തെ അടിച്ചമർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ബ്രിട്ടീഷ് സർക്കാർ ബംഗാളിനെ എന്ത് ചെയ്യുന്നത്, വിഭജിക്കുന്നത്. അതായത് ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ചുകൊണ്ട് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയം. 1905 ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭുവാണ് ബംഗാളിനെ മുസ്ലിം ഭൂരിപക്ഷമുള്ള കിഴക്കൻ ബംഗാളെന്നും ഹിന്ദു ഭൂരിപക്ഷമുള്ള പടിഞ്ഞാറൻ ബംഗാളെന്നും രണ്ടായി വിഭജിച്ചത്. ഈ വിഭജനം അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് 1905 ജൂലൈ 20 എന്നാൽ ഈ വിഭജനം നിലവിൽ വരുന്നത് 1905 ഒക്ടോബർ 16 അപ്പോൾ 1905 കഴ്സൺ പ്രഭു ബംഗാളിനെ മുസ്ലിം ഭൂരിപക്ഷമുള്ള കിഴക്കൻ ബംഗാളെന്നും ഹിന്ദു ഭൂരിപക്ഷമുള്ള പടിഞ്ഞാറൻ ബംഗാളെന്നും രണ്ടായിട്ട് വിഭജിച്ചു. അതായത് ജനങ്ങൾക്കിടയിൽ ഭിന്നത വരുത്തിക്കൊണ്ട് ഭരണം നടത്തുകയായിരുന്നു ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. ബംഗാളിനെ രണ്ടായിട്ട് വിഭജിക്കുന്നു, മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശവും ഹിന്ദു ഭൂരിപക്ഷമുള്ള മറ്റൊരു പ്രദേശവും. അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഭിന്നത വരുത്തിക്കൊണ്ട് ഭരിക്കുകയായിരുന്നു ബ്രിട്ടീഷുകാരുടെ പ്രധാന ലക്ഷ്യം. അതിനുവേണ്ടിയാണ് 1905 ഈ ബംഗാൾ വിഭജനം കൊണ്ടുവരുന്നത്. ഈ ബംഗാൾ വിഭജനം കഴ്സൺ പ്രഭു പ്രഖ്യാപിക്കുന്നത് 1905 ജൂലൈ 20 എന്നാൽ ഇത് നിലവിൽ വരുന്നത്, ബംഗാൾ വിഭജനം നിലവിൽ വരുന്നത് 1905 ഒക്ടോബർ 16 അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് PSC ഓറിയൻറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യം എന്ന് പറയുന്നത്, ബംഗാൾ വിഭജനം നടക്കുന്നത് 1905 ആ ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൺ പ്രഭുവാണ്. കഴ്സൺ പ്രഭു ഈ ബംഗാൾ വിഭജനം പ്രഖ്യാപിക്കുന്നത് 1905 ജൂലൈ 20 എന്നാൽ ആ വിഭജനം നിലവിൽ വരുന്നത് 1905 ഒക്ടോബർ 16 അപ്പോൾ ഈ ഇത്രയും ചോദ്യങ്ങൾ ഓർത്തു വച്ചിരിക്കുക. ബംഗാൾ വിഭജനം നിലവിൽ വന്ന ഒക്ടോബർ 16 ഇന്ത്യയിൽ ദേശീയ വിലാപ ദിനമായിട്ട് ആചരിച്ചു. 1905 ഒക്ടോബർ മാസം 16 കഴ്സൺ പ്രഭു പ്രഖ്യാപിച്ച ബംഗാൾ വിഭജനം നിലവിൽ വരുന്നത്. ആ ഒക്ടോബർ 16 ദേശീയ വിലാപ ദിനമായിട്ട് ഇന്ത്യ ആചരിച്ചു. അതോടൊപ്പം തന്നെ ആ ഒക്ടോബർ 16 രക്ഷാബന്ധൻ ദിനമായിട്ട് ആചരിക്കുവാൻ രവീന്ദ്രനാഥ ടാഗോർ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഒക്ടോബർ 16 ദേശീയ വിലാപ ദിനമായിട്ട് ആചരിച്ചു. രവീന്ദ്രനാഥ ടാഗോർ ഒക്ടോബർ 16 രക്ഷാബന്ധൻ ദിനമായിട്ട് ആചരിക്കുവാനും ആഹ്വാനം ചെയ്തു. 1905 ജൂലൈ 20 കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം പ്രഖ്യാപിക്കുന്നത്. എന്നാൽ അത് നിലവിൽ വരുന്നത് 1905 ഒക്ടോബർ മാസം 16 ആ ഒക്ടോബർ 16 നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി എന്ന് പറയുന്നത് മിൻറ്റോ സെക്കൻഡ് ആയിരുന്നു, അല്ലെങ്കിൽ മിൻറ്റോ രണ്ടാമനായിരുന്നു. 1905 കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടത്തുമ്പോൾ ആ ബംഗാൾ വിഭജനത്തിനെതിരെ ഉയർന്നു വന്ന ഒരു മുദ്രാവാക്യമായിരുന്നു വന്ദേ മാതരം എന്നുള്ളത്. അപ്പോൾ വന്ദേ മാതരം എന്നത് ബംഗാൾ വിഭജനത്തിനെതിരെ ഉയർന്നു വന്ന മുദ്രാവാക്യമായിരുന്നു. അപ്പോൾ 1905 ബംഗാൾ വിഭജനം നടത്തിയെങ്കിൽ 1911 ഈ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തുകൊണ്ട് രണ്ട് പ്രവിശ്യകളും വീണ്ടും ഒന്നായി. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ആയിരുന്നു ഹാർഡിഞ്ച് രണ്ടാമൻ. അപ്പോൾ 1905 കഴ്സൺ പ്രഭു പ്രഖ്യാപിച്ച ബംഗാൾ വിഭജനത്തെ റദ്ദ് ചെയ്തുകൊണ്ട് 1911 വീണ്ടും രണ്ട് പ്രവിശ്യകളും എന്തായി, ഒന്നായി. അങ്ങനെ ആ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ആയിരുന്നു ഹാർഡിഞ്ച് സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ബംഗാൾ വിഭജനത്തിനെതിരെ ഉയർത്തിയ മുദ്രാവാക്യമായിരുന്നു വന്ദേ മാതരം.
1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തുകൊണ്ട് രണ്ട് പ്രവിശ്യകളും വീണ്ടും ഒന്നായി തീർന്നു. ആ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ആയിരുന്നു ഹാർഡിഞ്ച് രണ്ടാമൻ. പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ബംഗാൾ വിഭജനം നടത്തിയതാരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബംഗാൾ വിഭജനം 1911 റദ്ദ് ചെയ്തതാരാണെന്നും ചോദിച്ചിട്ടുണ്ട്. ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൺ പ്രഭുവും ആ ബംഗാൾ വിഭജനത്തെ 1911 റദ്ദ് ചെയ്യുന്നത് ഹാർഡിഞ്ച് രണ്ടാമനുമാണ്. ബംഗാൾ വിഭജന സമയത്തെ ഇന്ത്യയുടെ സെക്രട്ടറി ആയിരുന്നു ലോർഡ് ബ്രോഡ്രിക്. 1905 ബംഗാൾ വിഭജനം നടക്കുമ്പോൾ ഇന്ത്യയുടെ സെക്രട്ടറി ആയിരുന്നത് ലോർഡ് ബ്രോഡ്രിക് ആണ്. ഡിഗ്രി ലെവൽ എക്സാമുകൾക്കൊക്കെ ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ്, ഓർത്തു വച്ചിരിക്കുക. ബംഗാൾ വിഭജന സമയത്തെ ഇന്ത്യയുടെ സെക്രട്ടറി ആയിരുന്നത് ലോർഡ് ബ്രോഡ്രിക് ആണ്. ബംഗാൾ വിഭജനത്തെ ഇതൊരു ക്രൂരമായ തെറ്റാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ബംഗാൾ വിഭജന സമയത്തെ INC പ്രസിഡൻ്റായിരുന്ന ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. അപ്പോൾ ബംഗാൾ വിഭജനത്തെ ഇതൊരു ക്രൂരമായ തെറ്റാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ബംഗാൾ വിഭജനം നടക്കുന്ന സമയത്തെ INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. അപ്പോൾ ഇവിടെ രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ബംഗാൾ വിഭജനത്തെ ഇതൊരു ക്രൂരമായ തെറ്റാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ബംഗാൾ വിഭജനം നടക്കുന്ന സമയത്തെ INC പ്രസിഡൻ്റായിരുന്നു ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. എന്നാൽ 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നത് BN ദർ ആയിരുന്നു. 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യുമ്പോൾ INCയുടെ പ്രസിഡന്റ് BN ദർ ആയിരുന്നു. എന്നാൽ ബംഗാൾ വിഭജനം പ്രഖ്യാപിക്കുന്ന സമയത്തെ INCയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അദ്ദേഹമാണ് ബംഗാൾ വിഭജനത്തെ ഇതൊരു ക്രൂരമായ തെറ്റാണ് എന്ന് അഭിപ്രായപ്പെട്ടത്. ബംഗാൾ വിഭജന സമയത്തെ ഇന്ത്യയുടെ സെക്രട്ടറി ആയിരുന്നത് ലോർഡ് ബ്രോഡ്രിക്കുമായിരുന്നു. ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കുവാനുള്ള ബോംബ് വർഷം എന്ന് വിശേഷിപ്പിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. അപ്പോൾ സുരേന്ദ്രനാഥ ബാനർജി ബംഗാൾ വിഭജനത്തെക്കുറിച്ച് പറഞ്ഞത് ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കുവാനുള്ള ബോംബ് വർഷം എന്നാണ്. അതായത് 1905 കഴ്സൺ പ്രഭു ബംഗാളിനെ വിഭജിക്കുന്നത് തന്നെ മുസ്ലിം ഭൂരിപക്ഷമുള്ള കിഴക്കൻ ബംഗാളെന്നും ഹിന്ദു ഭൂരിപക്ഷമുള്ള പടിഞ്ഞാറൻ ബംഗാളെന്നുമാണ്. അതുതന്നെയാണ് ഇവിടെ സുരേന്ദ്രനാഥ ബാനർജിയും എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അതായത് ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കുവാനുള്ള ബോംബ് വർഷമാണ് എന്ത്, ബംഗാൾ വിഭജനമെന്ന് പറയുന്നത്. എന്നാൽ രവീന്ദ്രനാഥ് ടാഗോർ അഭിപ്രായപ്പെട്ടത് എങ്ങനെയാണ്? ബ്രിട്ടീഷ് ഗവൺമെൻറ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു, എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്താൻ അവർക്ക് ആവില്ല. അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ അഭിപ്രായപ്പെട്ടത് എങ്ങനെയാണ്? ബ്രിട്ടീഷ് ഗവൺമെൻറ് നമ്മെ വിഭജിക്കുവാൻ എന്ത് ചെയ്തിരിക്കുന്നു? ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു, എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്താൻ അവർക്ക് ആവില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബംഗാൾ വിഭജനത്തെക്കുറിച്ച് അറിയേണ്ടത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, എല്ലാം കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർഡറിൽ നമുക്കൊന്നും കൂടി ഒന്ന് പറഞ്ഞു നോക്കാം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെട്ടിരുന്ന ഏതായിരുന്നു? ബംഗാളായിരുന്നു. ആ ദേശീയ പ്രസ്ഥാനത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയാണ് ബംഗാളിനെ 1905 കഴ്സൺ പ്രഭു രണ്ടായിട്ട് എന്ത് ചെയ്യുന്നത്, വിഭജിക്കുന്നത്. മുസ്ലിം ഭൂരിപക്ഷമുള്ള കിഴക്കൻ ബംഗാളെന്നും ഹിന്ദു ഭൂരിപക്ഷമുള്ള പടിഞ്ഞാറൻ ബംഗാളെന്നും. ഓക്കെ, ഈ ബംഗാൾ വിഭജനം പ്രഖ്യാപിക്കുന്നത് 1905 ജൂലൈ 20 ഇത് നിലവിൽ വരുന്നത് 1905 ഒക്ടോബർ 16 ഈ ഒക്ടോബർ 16 ദേശീയ വിലാപ ദിനമായിട്ടും അതോടൊപ്പം തന്നെ രവീന്ദ്രനാഥ ടാഗോർ രക്ഷാബന്ധൻ ദിനമായിട്ട് ആചരിക്കുവാനും എന്ത് ചെയ്തു, ആഹ്വാനം ചെയ്തു. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിൻ്റെ കാതലായ ഉദാഹരണമായിരുന്നു ഏത്, ബംഗാൾ വിഭജനം എന്ന് പറയുന്നത്. ഈ ബംഗാൾ വിഭജനം പ്രഖ്യാപിക്കുന്നത് കഴ്സൺ പ്രഭു ആണെങ്കിലും ഇത് നിലവിൽ വരുമ്പോൾ വൈസ്രോയി എന്ന് പറയുന്നത് ആരായിരുന്നു? മിൻറ്റോ രണ്ടാമനായിരുന്നു. ബംഗാൾ വിഭജന സമയത്ത് INCയുടെ പ്രസിഡൻ്റായിരുന്നു ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഈ ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഇതൊരു ക്രൂരമായ തെറ്റാണ് എന്ന് ബംഗാൾ വിഭജനത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത്. ഈ ബംഗാൾ വിഭജനത്തിനെതിരെ ഉയർന്നു വന്ന മുദ്രാവാക്യമായിരുന്നു വന്ദേ മാതരം. 1911 ഈ രണ്ട് പ്രവിശ്യകളും വീണ്ടും എന്താവുന്നു, ഒന്നാകുന്നു. അതായത് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് 1911 ആ റദ്ദ് ചെയ്ത വൈസ്രോയി ആയിരുന്നു ആര്? ഹാർഡിഞ്ച് രണ്ടാമൻ. ഓക്കെ, ഇനി ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കുവാനുള്ള ബോംബ് വർഷം എന്ന് പറഞ്ഞത് ആരാണ്? സുരേന്ദ്രനാഥ ബാനർജിയാണ്. ഈ ബംഗാൾ വിഭജനം റദ്ദാക്കിയ സമയത്ത് INCയുടെ പ്രസിഡൻ്റായിരുന്നു ആര്? BN ദർ. അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ എങ്ങനെയാണ് ബംഗാൾ വിഭജനത്തെ വിശേഷിപ്പിച്ചത്? ബ്രിട്ടീഷ് ഗവൺമെൻറ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു, എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്താൻ അവർക്ക് ആവില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. ഇനി നമുക്ക് നോക്കേണ്ടത് സ്വദേശി പ്രസ്ഥാനത്തെക്കുറിച്ചാണ്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രത്തിൻ്റെ ഭാഗമായി 1905 ബംഗാളിനെ വിഭജിക്കുവാനുള്ള കഴ്സൺ പ്രഭുവിൻ്റെ തീരുമാനത്തിനെതിരെ ജനങ്ങൾ പ്രതിഷേധ പരിപാടികൾ ആരംഭിക്കുകയും അതുവഴി ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനം ശക്തി പ്രാപിക്കുകയും ചെയ്തു. 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു.
അപ്പോൾ 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് ഏത്? സ്വദേശി പ്രസ്ഥാനമെന്ന് പറയുന്നത്. ഈ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നതും 1905 തന്നെയാണ്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം നടക്കുന്നത് 1905 ഓഗസ്റ്റ് മാസം 7-ാം തീയതിയാണ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കുന്നതിനും രാജ്യത്തിൻ്റെ സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി രൂപം കൊണ്ട ഒരു ബഹുജന മുന്നേറ്റമാണ് സ്വദേശി പ്രസ്ഥാനം. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും ഇന്ത്യൻ വസ്തുക്കളുടെ ഉൽപ്പാദനവും ഉപഭോഗവും വർദ്ധിപ്പിക്കുകയും ചെയ്യുക വഴി ബ്രിട്ടനെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്വദേശി പ്രസ്ഥാനം നിലവിൽ വന്നത്. അതായത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി മുന്നോട്ട് വന്ന ഒരു ബഹുജന മുന്നേറ്റമായിരുന്നു ഏത്? സ്വദേശി പ്രസ്ഥാനമെന്ന് പറയുന്നത്. ഈ സ്വദേശി പ്രസ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് ഇന്ത്യൻ വസ്തുക്കളുടെ ഉൽപ്പാദനവും ഉപഭോഗവും വർദ്ധിപ്പിക്കുക, അതുവഴി ബ്രിട്ടനെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുക എന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രഥമമായ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുക? ബഹിഷ്കരിച്ചുകൊണ്ട് ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അതിൻ്റെ ഉപഭോഗം വർദ്ധിപ്പിക്കുകയും ചെയ്യുക, അതുവഴി എന്ത് ചെയ്യുക? ബ്രിട്ടനെ സാമ്പത്തികമായിട്ട് എന്ത് ചെയ്യുക? പ്രതിസന്ധിയിലാക്കുക. ഇതായിരുന്നു സ്വദേശി പ്രസ്ഥാനം മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ബംഗാളിലെങ്ങും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും ശക്തമായി. സർക്കാർ ഉദ്യോഗസ്ഥർ ജോലി ഉപേക്ഷിച്ചു. കുട്ടികൾ പോലും ആവേശത്തോടെ ഈ പ്രസ്ഥാനത്തിൽ അണിചേർന്നു. ബംഗാളിൽ ആരംഭിച്ച മുന്നേറ്റം വൈകാതെ തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. അപ്പോൾ ഈ സ്വദേശി പ്രസ്ഥാനത്തെ ജനങ്ങൾ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ ജോലി ഉപേക്ഷിച്ചു. കുട്ടികൾ പോലും വളരെ ആവേശത്തോടു കൂടി ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്നു. അതുകൊണ്ട് തന്നെ ബംഗാളിൽ ആരംഭിച്ച ഈ മുന്നേറ്റം വൈകാതെ തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ബംഗാളിലെങ്ങും ബ്രിട്ടീഷ് വസ്തുക്കളെ ബഹിഷ്കരിച്ചുകൊണ്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം എന്ത് ചെയ്തു? ശക്തമാക്കുകയും ചെയ്തു. അപ്പോൾ സ്വദേശി പ്രസ്ഥാനത്തെ ജനങ്ങൾ വളരെ ആവേശത്തോടു കൂടി ഏറ്റെടുക്കുകയും സർക്കാർ ഉദ്യോഗസ്ഥർ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കുട്ടികൾ പോലും വളരെ ആവേശത്തോടു കൂടി ഈ പ്രസ്ഥാനത്തിൽ എന്ത് ചെയ്തു? അണിചേർന്നു. ഗോപാലകൃഷ്ണ ഗോഖലെ, ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ, അരബിന്ദ ഘോഷ്, B.O. ചിദംബരം പിള്ള, ബാബു ഗേനോ എന്നിങ്ങനെ നിരവധി പേർ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി. ബ്രിട്ടനോടുള്ള അമർഷം ദേശസ്നേഹത്തിലേക്ക് നയിച്ചതോടെ എല്ലാ മേഖലകളിലും സ്വദേശി വികാരം ശക്തിപ്പെട്ടു. അപ്പോൾ ഈ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത പ്രമുഖ നേതാക്കളായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ, ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ, അരബിന്ദ ഘോഷ്, B.O. ചിദംബരം പിള്ള, ബാബു ഗേനോ തുടങ്ങിയവർ. ഇപ്പോൾ ബ്രിട്ടനോടുള്ള അമർഷം ദേശസ്നേഹത്തിലേക്ക് നയിച്ചതോടെ എല്ലാ മേഖലകളിലും സ്വദേശി വികാരം എന്ത് ചെയ്തു? ശക്തിപ്പെട്ടു. ഇന്ത്യൻ കൈത്തറി സാധനങ്ങൾ, സോപ്പ് നിർമ്മാണ കമ്പനികൾ, തീപ്പെട്ടി നിർമ്മാണ കമ്പനികൾ, തുണിമില്ലുകൾ, ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ ഇക്കാലത്ത് പ്രവർത്തനം ആരംഭിച്ചു. ദേശസ്നേഹ പ്രചോദിതമായ ഈ പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ സുപ്രധാന മുന്നേറ്റമായി മാറി. അപ്പോൾ ബ്രിട്ടീഷുകാരോടുള്ള അമർഷം ദേശസ്നേഹത്തിലേക്ക് നയിച്ചതോടെ സ്വദേശി എന്ന വികാരം എല്ലാ മേഖലകളിലും ശക്തി പ്രാപിച്ചു. ആ സാഹചര്യത്തിലാണ് നിരവധി കമ്പനികൾ പ്രവർത്തനം ആരംഭിച്ചു. ഇന്ത്യൻ കൈത്തറി സാധനങ്ങൾ, സോപ്പ് നിർമ്മാണ കമ്പനികൾ, തീപ്പെട്ടി നിർമ്മാണ കമ്പനികൾ, തുണിമില്ലുകൾ, ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ മുതലായ നിരവധി സ്ഥാപനങ്ങൾ എന്ത് ചെയ്തു? പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു സുപ്രധാന മുന്നേറ്റമായിട്ട് സ്വദേശി പ്രസ്ഥാനം എന്ത് ചെയ്തു? മാറി. സ്വദേശി പ്രസ്ഥാനം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് വന്ദേ മാതരം മൂവ്മെൻറ്റ്. അപ്പോൾ വന്ദേ മാതരം മൂവ്മെൻറ്റ് എന്നറിയപ്പെട്ടിരുന്നത് സ്വദേശി പ്രസ്ഥാനമാണ്. വന്ദേ മാതരം, യുഗാന്തർ, കേസരി, അമൃതബസാർ പത്രിക, ദ സ്റ്റേറ്റ്മാൻ എന്നീ ഇംഗ്ലീഷ് പത്രങ്ങളിലൂടെ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിക്കപ്പെട്ടു. അപ്പോൾ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങളായിരുന്നു വന്ദേ മാതരം, യുഗാന്തർ, കേസരി, അമൃതബസാർ പത്രിക, ദ സ്റ്റേറ്റ്മാൻ തുടങ്ങിയവ. ഇവയെല്ലാം ഇംഗ്ലീഷ് പത്രങ്ങളായിരുന്നു. അപ്പോൾ ഈ ഇംഗ്ലീഷ് പത്രങ്ങളിലൂടെയായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ എന്ത് ചെയ്തിരുന്നത്? പ്രചരിക്കപ്പെട്ടിരുന്നത്. ജാത്ര എന്ന പരമ്പരാഗത നൃത്തനാടക രൂപത്തിലൂടെ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. അപ്പോൾ പത്രങ്ങളിലൂടെ മാത്രമല്ല, ജാത്ര എന്ന് പറയുന്ന പരമ്പരാഗത നൃത്തനാടക രൂപത്തിലൂടെയും സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ എന്ത് ചെയ്തിരുന്നു? പ്രചരിപ്പിച്ചിരുന്നു. അപ്പോൾ വന്ദേ മാതരം മൂവ്മെൻറ്റ് എന്നറിയപ്പെട്ടിരുന്നത് സ്വദേശി പ്രസ്ഥാനമാണ്. വന്ദേ മാതരം, യുഗാന്തർ, കേസരി, അമൃതബസാർ പത്രിക, ദ സ്റ്റേറ്റ്മാൻ എന്നീ ഇംഗ്ലീഷ് പത്രങ്ങളിലൂടെയൊക്കെ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ജാത്ര എന്ന പരമ്പരാഗത നൃത്തനാടക രൂപത്തിലൂടെ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ എന്ത് ചെയ്തു? പ്രചരിച്ചു. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് കൃഷ്ണകുമാർ മിത്ര.
കൃഷ്ണകുമാർ മിത്ര തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത് അദ്ദേഹം സ്ഥാപിച്ച സഞ്ജീവനി എന്ന പ്രസിദ്ധീകരണത്തിലൂടെയാണ്. അപ്പോൾ സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ആര്? കൃഷ്ണകുമാർ മിത്ര. അത് അദ്ദേഹം സ്ഥാപിച്ച സഞ്ജീവനി എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എന്ത് ചെയ്തിരുന്നത്? പ്രചരിപ്പിച്ചിരുന്നത്. അപ്പോൾ വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് കൃഷ്ണകുമാർ മിത്ര. അത് അദ്ദേഹം ആ ഒരു ആശയം അദ്ദേഹം പ്രചരിപ്പിച്ചിരുന്നത് അദ്ദേഹം തന്നെ സ്ഥാപിച്ച സഞ്ജീവനി എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിലൂടെയായിരുന്നു. സ്വദേശി പ്രസ്ഥാന കാലത്ത് നിരവധി കമ്പനികൾ ഉയർന്നു വന്നിരുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനിയായിരുന്നു 1906 വി.ഒ. ചിദംബരം പിള്ള സ്ഥാപിച്ച സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി. അപ്പോൾ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിക്കുന്നത് 1906 വി.ഒ. ചിദംബരം പിള്ളയാണ്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു കമ്പനിയാണ് ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ. അത് സ്ഥാപിച്ചത് പ്രഫുല്ലചന്ദ്ര റോയിയാണ്. അപ്പോൾ സ്വദേശി പ്രസ്ഥാന കാലത്ത് ഉയർന്നു വന്ന പ്രധാന കമ്പനികളായിരുന്നു 1906 വി.ഒ. ചിദംബരം പിള്ള സ്ഥാപിച്ച സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി, പ്രഫുല്ലചന്ദ്ര റോയ് സ്ഥാപിച്ച ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ എന്നിവ. സ്വദേശി പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് സ്വദേശി ബാന്ധവ് സമിതി സ്ഥാപിച്ചത് അശ്വനി കുമാർ ദത്തയാണ്. അപ്പോൾ അശ്വനി കുമാർ ദത്തയാണ് സ്വദേശി പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് സ്വദേശി ബാന്ധവ് സമിതി സ്ഥാപിച്ചത്. സ്വദേശി പ്രസ്ഥാന കാലത്ത് സ്വദേശി വസ്ത്രപ്രചാരിണി സഭ സ്ഥാപിച്ചത് ബാലഗംഗാധര തിലകാണ്. സ്വദേശി വസ്ത്രപ്രചാരിണി സഭ സ്ഥാപിച്ചത് ബാലഗംഗാധര തിലകാണ്. സ്വദേശ് മണ്ഡലിയുടെ സ്ഥാപകനായിരുന്നത് CR ദാസ് ആയിരുന്നു. CR ദാസ് ആയിരുന്നു സ്വദേശ് മണ്ഡലിയുടെ സ്ഥാപകൻ. എന്നാൽ സ്വദേശി മിത്രം പത്രത്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് G. സുബ്രഹ്മണ്യ അയ്യർ ആയിരുന്നു. G. സുബ്രഹ്മണ്യ അയ്യറിൻ്റെ പത്രമായിരുന്നു ഏത്? സ്വദേശി മിത്രം. ഇത് PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സ്വദേശി പ്രസ്ഥാന കാലത്ത് അമർ സോനാർ ബംഗ്ല എന്ന ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഈ അമർ സോനാർ ബംഗ്ലയാണ് ബംഗ്ലാദേശിൻ്റെ ദേശീയഗാനം എന്ന് പറയുന്നത്. ആ ബംഗ്ലാദേശിൻ്റെ ദേശീയഗാനമായിട്ടുള്ള അമർ സോനാർ ബംഗ്ല സ്വദേശി പ്രസ്ഥാന കാലത്ത് രചിക്കുന്നതാരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. അപ്പോൾ സ്വദേശി വസ്ത്രപ്രചാരിണി സഭ സ്ഥാപിച്ചത് ബാലഗംഗാധര തിലകാണ്. സ്വദേശ് മണ്ഡലിയുടെ സ്ഥാപകനായിരുന്നു CR ദാസ്. സ്വദേശി മിത്രം പത്രത്തിൻ്റെ സ്ഥാപകനാണ് G. സുബ്രഹ്മണ്യ അയ്യർ. സ്വദേശി പ്രസ്ഥാന കാലത്ത് അമർ സോനാർ ബംഗ്ല എന്ന ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ സ്മരണാർത്ഥം 2015 മുതൽ ഓഗസ്റ്റ് 7 കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പോൾ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 7 അത് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ സ്മരണാർത്ഥം 2015 മുതലാണ് ഓഗസ്റ്റ് 7 കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെക്കുറിച്ച് നോക്കാം. മദ്രാസിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് വി.ഒ. ചിദംബരം പിള്ളയാണ്. വി.ഒ. ചിദംബരം പിള്ളയാണ് മദ്രാസിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത്. ഡൽഹിയിലാണെങ്കിൽ സയ്യിദ് ഹൈദർ റാസയാണ് സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത്. ആന്ധ്രയിൽ ഹരിസർവട്ടം റാവു ആണ്. മഹാരാഷ്ട്രയിൽ ബാലഗംഗാധര തിലകമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങളായിരുന്നു മദ്രാസ്, ഡൽഹി, ആന്ധ്ര, മഹാരാഷ്ട്ര എന്നിവ. ആ മദ്രാസിൽ വി.ഒ. ചിദംബരം പിള്ളയാണ് നേതൃത്വം കൊടുത്തത്. ഡൽഹിയിൽ സയ്യിദ് ഹൈദർ റാസയായിരുന്നു. ആന്ധ്രയിൽ ഹരിസർവട്ടം റാവു ആയിരുന്നു. മഹാരാഷ്ട്രയിൽ ബാലഗംഗാധര തിലകായിരുന്നു. അപ്പോൾ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ സ്മരണാർത്ഥം 2015 മുതൽ ഓഗസ്റ്റ് 7 കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നു. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു മദ്രാസിൽ വി.ഒ. ചിദംബരം പിള്ള, ഡൽഹിയിൽ സയ്യിദ് ഹൈദർ റാസ, ആന്ധ്രയിൽ ഹരിസർവട്ടം റാവു, മഹാരാഷ്ട്രയിൽ ബാലഗംഗാധര തിലക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്വദേശി പ്രസ്ഥാനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ബംഗാൾ വിഭജനത്തെക്കുറിച്ചും സ്വദേശി പ്രസ്ഥാനത്തെക്കുറിച്ചുമാണ്. ഏറെക്കുറെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നന്ദി.